ഗായ്സ്, വെൽക്കം ബാക്ക് ടു അക്കാറ്റ്സുക്കി ഗെയിമിംഗ്. എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക്. പിന്നെ കഴിഞ്ഞ വീഡിയോയിലും നമുക്ക് ലാഗ് കാരണം പറ്റിയില്ല. ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായ ഒരു ഏട്ടൻ്റെ കൂടെ മാച്ച് കളിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ കണ്ടന്റ്. ഓക്കെ, ആ ഏട്ടൻ റിക്വസ്റ്റ് ഇടും. ടീം നോക്കട്ടെ, എല്ലാവരും ഫോമാണ്. എങ്ങനെയെങ്കിലൊക്കെ തോപ്പിക്കണം ഗൈസ്. കുറേ വട്ടം ഇങ്ങനെ ആയിരുന്നു തോറ്റിട്ടുണ്ട് ഗൈസ്. അവരുടെ ടീം അത്യാവശ്യം അടിപൊളി ടീമാണ്. ആയിട്ട് ഇപ്പം റിക്വസ്റ്റ് ഇടും. എനിക്ക് ഈ അങ്കരിമസി പാക്ക് കറക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അങ്കരിമസി പാക്ക് കറക്കാനുള്ള കോയിനൊന്നും എൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. ഫുള്ള് പോയി പാക്കിലൊക്കെ ബിഗ് ടൈം ഉണ്ട് ഓരോ പാക്കിൽ. അങ്കരിമസി, ജോഹങ്കർ റൈഫ്, ഫ്രാൻസ്കോ ബാസി എല്ലാവരും ഉണ്ട് ആ പാക്ക്. പണ്ടത്തെ അങ്ങനെ എൻകോർഡ് 2026 ഇയർ ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് കൊട നിൽക്കുകയാണ് അവർ. അതേ പാക്ക്, അതേ പ്ലേസ്. പിന്നെ പുതിയതായിട്ട് വന്ന എൻകോർഡ് സ്റ്റാർ 7 പറഞ്ഞ ഹൈലൈറ്റ് പ്ലേയേഴ്സ്. ഇത് കാര്യമോ, സാധാരണ 15 പ്ലേയേഴ്സ് അല്ലേ ഉള്ളൂ, ഇത് 32 പ്ലേയേഴ്സ്. 2 വട്ടം കറക്കി. നിക്കോളാ ബാസിനും കിട്ടി, പിന്നെ മറ്റേ മേസൺ ഗ്രീൻവുഡിനെ കിട്ടി. അതൊക്കെ വീഡിയോയിലുണ്ടായിരുന്നു. എന്നൊക്കെ പറഞ്ഞാണ് ഇതൊക്കെ അടിപൊളി സാധനം തോന്നുന്നു. ലോ ക്യാമ്പയിൻ കമൻറ്റ് ഇട്ടിട്ട് നിങ്ങൾ അടിപൊളിയാണെന്ന്. മറ്റേ നാർപ്പത് അതിന് മറ്റേ നെയ്മർ അടിക്കുമ്പോൾ നല്ല എഫക്റ്റ് വരും. നല്ല എഫക്റ്റ് അടിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി പോണ ഒരു എഫക്റ്റൊക്കെ വരും നെയ്മർ അടിക്കുമ്പോൾ. കാരണം എനിക്ക് നെയ്മറിനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി മറ്റേ രണ്ടാമത് വന്ന കുറച്ച് പ്ലേയേഴ്സിനും കൂടി എടുക്കാനുള്ളൂ. അവരും കൂടി എടുത്ത സീനാവും. ഇത് ഒരു വീഡിയോയിൽ ഞാൻ ഫുള്ള് ഈ നാറൂട്ടത്തെ പ്ലേയേഴ്സിനെ കൊണ്ട് ഒരു ടീം സ്കോഡിനൊക്കെ നമ്മൾ ഡിവിഷൻ കളിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുത്തോ ഗൈസ്. അത് മൊത്തം ഇടും ഇങ്ങനെ വെച്ചിട്ട്. ഗൈസ്, ഇവിടെ വീട്ടിൽ ചെറിയ ശബ്ദങ്ങളൊക്കെ കേൾക്കും. അത് നിങ്ങൾ ക്ഷമിച്ചേക്കണം. ഇടയിൽ ചില ശബ്ദങ്ങളൊക്കെ ഇടയിൽ വീഡിയോയിലിടയ്ക്ക് കേട്ടു എന്നൊക്കെ വരും. അത് ക്ഷമിച്ചേക്കണം. അത് ഹൗസല്ലേ, അപ്പോൾ അതിൻ്റെ പല ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും. അത് കാരണമാണ് ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ ഇപ്പോൾ വരാം. ഒരു മിനിറ്റ്, ഞാൻ അപ്പോൾ കുറച്ച് നേരം ഒന്നും ഉണ്ടാക്കിയില്ല. ഒരു മിനിറ്റ്. ഇട്ടിട്ടുണ്ടായിരുന്നു ഗേസ്. എൻ്റെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അതാക്കൊന്നും പോയതാണ്, സെറ്റൊക്കെ പോയതാണ് ഗേസ്, വേറെ ഒന്നുമില്ല. എന്താ നല്ല ചൂട്, ചൂടിനോട് ഇരിക്കാൻ പറ്റില്ല ഗേസ്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ്. ഞാൻ ഇപ്പോൾ ഓരോ വീഡിയോ ഇടുമ്പോഴും ഓരോ സബ്സ്ക്രൈബർ കൂടുന്നുണ്ട്. അതിൽ നല്ല വ്യൂസും കിട്ടുന്നുണ്ട് എനിക്ക്. ഇപ്പോൾ ഞാൻ കുറച്ച് ടെസ്റ്റിൻ്റെ ഈ ഫുട്ബോളിൽ വീഡിയോ ഇടുമ്പോൾ അങ്ങനെ സപ്പോർട്ട് കിട്ടുമ്പോൾ വീണ്ടും ഇങ്ങനത്തെ വീഡിയോ ഇടാനുള്ള എന്താ പറയുക, ഇപ്പോൾ ഒരു പ്രോത്സാഹനം എന്ന് പറയില്ല, അതേപോലെ എനിക്കത് കിട്ടും. അപ്പോൾ ഞാൻ ഇങ്ങനെ വീണ്ടും വീഡിയോ ഇടും. പിന്നെ മോനെ ഇങ്ങനത്തെ ഒരു ടൈം കിട്ടണം എൻ്റെ മോനെ. ഞാൻ പറഞ്ഞില്ലേ ഒരു അടിപൊളി ടീമാണ് ഓപ്പോസിറ്റ് നിന്ന്. കോഴിക്കോടിനൊക്കെ ഇറക്കിയിട്ടുണ്ട്. സാരിസോ ഉണ്ട്, റുഡിഗറിനെ എൽബി നിർത്തിയിരിക്കുകയല്ലേ, ഡൈസിനെ ഇറക്കി അവിടെ. ഇങ്ങനെ ടീം ഈ ഒരു സംഭവം മോനെ സീന്.
എൻ്റെ മോനെ ടീം ഇങ്ങനെ ആയിരിക്കണം. ഗൈസ് ഇങ്ങനെ ടീം ആദ്യമായിട്ടാണ് എൻ്റെ ടീമിൽ എല്ലാ പ്ലേയേഴ്സും ഗൈസ് ഫുൾ ഫോമായിട്ട്. ഗൈസ് ആദ്യമായിട്ടാണ് ഗൈസ്. അപ്പുറത്തെ ടീമിൽ മറ്റേ നീ ഗോളൊക്കെ ആൻ്റെ ഒക്കെ ഉണ്ട്. ബാക്ക് റൈക്കാർഡ് ഹിവറി റെഡി കൊടുത്തല്ലേ? ഇറക്കാൻ തിമർക്കണം. ഈ ബാറ്റിങ്ങിലും ജയിക്കണം ജയിക്കണം ഉറപ്പായി ജയിക്കണം. എങ്ങനെയെങ്കിലും കഴിയുന്നെങ്കിൽ ജയിക്കണം. ചൂടാണ് ഗൈസ് ഇവിടെ. എന്താ നല്ല സെൽഷ്യസ്. കനലിവർക്കാൻ റൈക്കാർഡ് എൻ്റെ മോനെ ആളുടെ ഡിഫൻസ് പൊട്ടിക്കാൻ പറ്റില്ല. നല്ല ടഫാണ് ഡിഫൻസ് പൊട്ടിക്കാൻ വെച്ചാൽ. ആൾക്കാർ ഒന്നുമാണില്ലേ അവിടെ ഡിബ്രൂണാണ് ഫ്രണ്ടിൽ കയറി വരുന്നത്. അയ്യോ ആദ്യത്തെ ഗോൾ പോയി ഗേസ്. ജസ്റ്റ് മിസ് ഗേസ്. അതിപ്പോൾ ഗോളായെന്ന് വെച്ചാൽ ആളെ കോച്ച് റൈക്കാർഡ് ടീമിൽ കളിക്കുന്ന ബാക്കും റൈക്കാർഡ് നല്ല റൈക്കാർഡാണ് ഗേസ്. ഗേസ് പാസ് ചെയ്ത് കൊടുക്കുക. ലോങ് പാസ് ബെറ്റിസ്റ്റൂട്ട് കുത്തു ബെറ്റിസ്റ്റൂട്ടെ. അയ്യോ കാൻഡേ ഓ ശവ ഗോൾ. ആദ്യത്തെ ഗോള് അതും അത് ഷെവ അടിച്ചിട്ട് തിരിച്ചു വന്നു. ജസ്റ്റ് ഷെവ അടിച്ചിട്ട് തന്നെ ഗോളൊക്കെ ഉണ്ടായിരുന്നു. റിട്ടേൺ വന്നു. അതിങ്ങനെ അടിച്ചു അടിച്ചിട്ട് അത് ഗോളായി. നല്ല ടീമാണ്. എന്നെ കുറേ വട്ടം പൊടിച്ചിട്ടുള്ള ടീമാണ് ഗൈസ്. മുമ്പ് സേബിയൻസൊക്കെ ഇങ്ങനെ വന്നു. എന്താണ് അലക്സാണ്ടർ റോഡിനൊക്കെ നമുക്കൊരു മൂവ്മെന്റ് ഇട്ട് പൊട്ടിക്കാൻ പറ്റും. ബ്രോ എന്താ ഇത് പിന്നാലെ ഒന്ന് ഇങ്ങനെ ബാറ്റ് ഫുള്ള് ലോങ് റേഞ്ചറല്ലേ. ഗോളടിക്കില്ല എപ്പോഴും മെല്ലെ അടിച്ചുള്ളൂ. അല്ലാതെ അത് ഗോളാ. ലോങ് റേഞ്ചിൽ നിന്നൊക്കെ കിട്ടി അടിച്ച് കയറ്റും. ആർക്കിട്ട് കൊടുക്കും ഒരു ലോങ് ത്രൂ കിട്ടും. അയ്യോ ത്രൂ റൊണാൾഡീനോ ഗെച്ചു. ബെറ്റു വാൻഡൈക്ക് വെർജിൽ വാൻഡൈക്ക് ഡെനുൽമോ തിരിച്ചു വീണ്ടും ബെറ്റിസ്റ്റൂട്ട ഡെക്കാൻ റൈസ്. ഓക്കെ ഡിബ്രൂണ് ടു ഡാനി ഓടുമോ ടു ഗബ്രിയൽ ബെറ്റിസ്റ്റൂട്ട. ജസ്റ്റ് ടു വാൻഡൈക്ക് വെർജിൽ വാൻഡൈക്ക് ടു ഗാൻസെലോ ടു ഡിബ്രൂണ് ടു അസാഡ് ടു ബെറ്റിസ്റ്റൂട്ട ടു അസാഡ് ടു എഡൻ ഹസാഡ് Oh, nice. To David Zappacosta. Oh, to Messi. Lionel Messi. To Ganselu goal guys. ഇങ്ങോട്ടൊക്കെ ഒരു ബോൾ കിട്ടി എന്തെങ്കിലും ഗോളായിരിക്കും. അതാണ് ഫുൾ ചാൻസ് മതി. സ്റ്റക്കായി ഗൈസ്. കാണാനുള്ളതല്ലേ ഗൈസ് സ്റ്റക്കാണ്. അതുകൊണ്ടാണ് പിന്നെ വെച്ച് വിട്ടു ഗൈസ്. മെസ്സേജ് ലയണൽ മെസ്സി ടു ഷെവച്ചെങ്കോ. കാര്യത്തില് പോയി
പിന്നെ റൈറ്റിൽ നിന്നിട്ട് പൊളിച്ചിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര അസാഡ് എന്തൊക്കെ കാണിച്ചത്. റെക്കോർഡ് ഓടിക്കാൻ റേസിനല്ലേ ഞാൻ റെക്കോർഡ് വിചാരിച്ചു കിടന്നു. ജീവക്കർ വെറുതെയാണ് കൂടെ മേടിച്ചു കിടക്കുന്നത്. ഡേവിഡ് കസ്റ്റമൈസിനായി ഇറക്കിയിട്ടുണ്ട്. സ്റ്റുഡിയോ ഇറക്കിയിട്ടുണ്ടല്ലോ ബെറ്റ് കിട്ടും. എന്താ റൈക്കോടൊക്കെ ചാടി വന്നിട്ട് ഹെഡ് ചെയ്യണത് എന്തിയാണ് ഗൈസ്. ലെക്കുണ്ട് തലയിൽ കൈവച്ചോ കേച്ചോ. പിന്നെ ഇതിൽ നിങ്ങൾ സ്കില്ലിടാൻ എനിക്ക് ആകെ 1-2 സ്കില്ലിടാനേ അറിയുള്ളൂ. ആ സ്കില്ലിടാൻ അറിയാച്ചൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ അങ്ങനെ ഇടുമെന്ന്. ലേഡി നടന്നില്ല. വെറുതെ വീണു അവിടെ നമുക്ക് അടിച്ചിട്ട് വീണതേ. വളർത്തി വീണു. ഒലിവർക്കാണ് അടിച്ച് സേവ് ചെയ്തറാ. ഭയങ്കര ഒലിവർക്കാനേ. കടന്ന് കളിക്കുമ്പോൾ ബാക്കറിനോ ഈ മാതിരി മെസ്സേജുകളൊക്കെ ചാടി കിട്ടി വന്നിട്ട് 9 ടാക്കിൾ ചെയ്തരാ. 9 സൈഡ് അവിടെ പാസ് ചെയ്യായിരുന്നോ. അപ്പോൾ അതും ആ സൈഡിൽ മിസ്റ്റേക്ക്. സൈഡ് ഗുഡ്രോ ഗെയിംസിന് വേണ്ടിക്കൻ ഹെഡിങ് കാൻ്റെ എടുത്തു. കാൻ്റെ ഇന്റർവ്യൂവിന് ക്രോസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല അല്ല പാസ് അല്ല ക്രോസ്. ഇത് കളിച്ചോണ്ടിരിക്കുന്ന അടുത്ത് ഇത് സബ് ഇറക്കണമെന്നില്ലല്ലോ. പിന്നെ എന്തിനാ ഇങ്ങനെ വെച്ചിക്കണത്. ഗൈസ് പ്ലേസിനെ ഇറക്കിയല്ലേ ഗൈസ്. ഇറക്കല്ലേ ഗ്രീൻ വുഡിനെ കളക്കാം. പക്ഷെ ഡുവനെ ഇറക്കണം വേണ്ടല്ലേ. കളിക്കുമ്പോഴേക്ക് ഗ്രീൻ വുഡിനെ ഇറക്കണം. റെഡി കൊടുത്തിട്ടുണ്ട് ഗൈസ്. ആരെ പറക്കണില്ല. ഗോളാണ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഒന്നെങ്കിലും ഊതി പോയിട്ട് സമയം പിടിക്കണം. പൈസ വേണ്ടി റുഡിഗർ പൂച്ചീനൊക്കെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. ഡിഫൻഡറാണ് റുഡിഗർ. ഒന്നുമോനെ ഇറക്കിയില്ലേ. സാഹിബ് ജാൻസ് എന്തോ ചാടിക്കുത്തി വരുന്നത്.
മൈക്കിൾശ്ശേരി ബേക്കറി എടാ ഓടില്ല ഇതിനെ കിട്ടിയില്ലേ ഇതാ ഇതിനെ കിട്ടി ബേക്കി 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 ഓ ടിക്കറ്റൊക്കെ കിട്ടി ഗെയിം പ്ലേ കിട്ടിയ ഫൗളോ എന്താണ് ഓ ഇടയ്ക്ക് ഗോട്ട് പോസ്റ്റിന് വിളിച്ചാൽ അയ്യോ പെനാൾട്ടി 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 ഈ കളി തോക്കേണ്ടി വരും ഗൈസ് നോക്കി എങ്ങനെ അടിക്കുന്നു 73 മിനിറ്റ് മിസ് ചെയ്ത ആളിനെ അടിച്ചടാ ഷേ കിട്ടൂടാ ലാസ്റ്റ് ടൈമിലൊക്കെ ഇങ്ങനെ അടിച്ച കിട്ടത്തില്ല കൈക്കളി കുത്തി ഓഫ് സൈഡ് അല്ലേ കൈക്കളി ഓഫ് സൈഡായിരുന്നു ഓഫ് സൈഡ് ഗോളല്ല ഇങ്ങനെയെങ്കിലും അയ്യോ ഗബ്രിയൽ എൻ്റെ ഒരു മിസ് പാസ് അതടുത്ത മിസ് പാസ് അയ്യോ തോറ്റടാ എൻ്റെ ടീമുണ്ട് ரொம்ப സൈലൻസ് കയറി എടുത്തത് അത് റുഡിഗർ ചാടി കുത്തി എടുത്തത് പോലെ തോറ്റു അഞ്ചെണ്ണം കിട്ടി നിങ്ങളൊക്കെ ഒന്ന് കൊടുത്തിട്ടൊന്ന് പോയത് ഒന്ന് കൊടുക്കണം ഉയർത്തിലാണ് അത് കുത്തിലേക്ക് സോറി എടുത്തു ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ താങ്ക് യു. പിന്നെ ഇനിയുള്ള വീഡിയോസൊക്കെ ഡിവിഷൻ പുഷിങ് അങ്ങനെയുള്ളതായിരിക്കും. പിന്നെ ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്നാൽ എല്ലാവർക്കും ശരി, വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് പിന്നെ കാണാം.